വയനാട് പുൽപ്പള്ളി പടിച്ചിറയിൽ ജനവാസ മേഖലയിൽ ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം. ജനവാസ മേഖലയിൽ നിന്ന് 50 മീറ്റർ മാത്രം ദൂരപരിധിയിലുള്ള ക്വാറിയുടെ പ്രവർത്തനം മൂലം വീടുകൾ വീണ്ടുകീർന്നതായും വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതുവരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ആഷിഖ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാടിച്ചിറയിൽ ജനവാസ മേഖലയിലുള്ള ക്വാറിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ജനവാസ മേഖലയിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഈ ക്വാറി പ്രവർത്തിക്കുന്ന ആരോപിച്ചാണ് ഇവർ മാസങ്ങളായി പ്രതിഷേധിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് ക്വാറിയിലേക്ക് ഒരു പ്രതിഷേധ സമരം തന്നെ സംഘടിപ്പിച്ചിരുന്നു. ഇവിടെ നിന്ന് വരുന്ന ലോറികൾ, അതായത് സാധനങ്ങൾ കയറ്റിപ്പോകുന്ന കല്ലുകൾ കയറ്റി പോകുന്ന ലോറികൾ തടയുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചത്. പക്ഷേ ഇന്ന് ക്വാറി പ്രവർത്തിക്കുന്നില്ല. എന്തായാലും ഇന്ന് ഇവരെ പ്രതിഷേധം അറിഞ്ഞുകൊണ്ടാണ് ഈ ക്വാറി പ്രവർത്തിക്കാതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ക്വാറിക്ക് സമീപമായും തന്നെ വീടുകളുണ്ട്. ഈ വീടുകളിലേക്ക് ക്വാറിയിൽ നിന്ന് പൊട്ടിക്കുന്ന ഈ ചീളുകളെല്ലാം തെറിച്ച് വീടുകൾക്ക് വിണ്ടു കയറുന്നെന്നും ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം പോലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർക്കും പറയുന്നുണ്ട്. ഇപ്പോൾ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ നമ്മളോട് ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രതിഷേധം പോകുന്നത്? പ്രത്യേകിച്ച് നിങ്ങൾ നേരത്തെ തന്നെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അപ്പം ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുന്നില്ലേ? പ്രതിഷേധം സംഘടിപ്പിച്ച് കുറച്ച് ദിവസത്തേക്ക് ഇവർ സ്ഫോടനം കുറച്ച് കഴിഞ്ഞാലും ആ ഒരു പ്രതിഷേധത്തിന്റെ സ്വരം കുറച്ച് കുറയുന്ന സമയത്ത് ഇവർ ഉഗ്ര സ്ഫോടനം നടത്തി ഈ നാട്ടിലെ വീടുകളടക്കം തകരുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നു. അത്തരം ഒരു ദ്രോഹകരമായ കാര്യങ്ങൾ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സമരസമിതി ഇതിൽ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങുന്നത്. കാരണം ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉഗ്രമായ സ്ഫോടനം നടത്തുന്നത് മൂലം എല്ലാവരുടെയും വീട് തൊഴുത്ത് അടക്കം തകർന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. പറമ്പിൽ കൃഷിക്കാർക്ക് പണിക്കിറങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷം. ക്ഷീരമേഖലയാണ് ഈ മുള്ളംകൊല്ലി പഞ്ചായത്തിനെ പിടിച്ചു നിർത്തുന്നത്. അങ്ങനെയുള്ള ഈ ക്ഷീരമേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഈ പുല്ല് വെട്ടാനോ അല്ലെങ്കിൽ പശുവിനെയോ ആടിനെയോ വളർത്താനോ പറമ്പിലേക്ക് ഇറങ്ങി ധൈര്യമായിട്ട് പുല്ല് വെട്ടാൻ പറ്റാത്ത, കല്ല് എപ്പോൾ വന്ന് തലയിൽ വീഴുമെന്ന് പേടിച്ച് പുല്ല് വെട്ടേണ്ട ഒരു സ്ഥിതിവിശേഷം. വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് രൂക്ഷമായി ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള കോറി മാഫിയയും അതിലേറെ രൂക്ഷമായിട്ട് സാധാരണക്കാരായ ആളുകളെ ദ്രോഹിക്കുന്ന നയത്തിലേക്ക് വരുന്നത്. ഈ കോറി കുറെ കാലമായി പ്രവർത്തിക്കുന്ന നേരത്തെ തന്നെ പ്രദേശം സംഘടിപ്പിക്കുന്നത്, എന്താണ് ഇതിലൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തത്? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല. സർക്കാർ ഇതിന് സൗഹൃദപരമായ അന്തരീക്ഷം സൃഷ്ടിച്ച് കോറികൾക്ക് കൊടുത്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. 200 മീറ്റർ ദൂരപരിധി ഉണ്ടായിരുന്നപ്പോൾ ഈ നമ്മുടെ പഞ്ചായത്തിൽ ഒന്ന് രണ്ട് കോറികളെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ ദൂരപരിധി എടുത്തു കളഞ്ഞ് 50 മീറ്റർ ആക്കിയതോടുകൂടി എവിടെ വേണേലും കോറി പ്രവർത്തിക്കാം. കാരണം 50 മീറ്റർ ചുറ്റളവിൽ സാധാരണഗതിയിൽ ഇവിടെ വീടുകൾ ഉണ്ടാകുകയില്ല. ഇത് കാർഷിക മേഖലയാണ്. ഇഷ്ടംപോലെ സ്ഥലങ്ങളാണുള്ളത്, ഭൂമിയുള്ള. അതിൻ്റെ നടുക്കൊരു വീടുണ്ടാവും. 50 മീറ്റർ ചുറ്റളവിൽ വീടില്ല. അത് കോറി നടത്തുന്നവർക്ക് ഒരു ഉപകാരമായി. പക്ഷേ അതുകൊണ്ട് സർക്കാർ ഇത്തരത്തിലുള്ള ഇത് കൊടുക്കുമ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതിൻ്റെ പ്രദേശത്ത് താമസിക്കുന്നവരാണ്. കല്ലുകൾ എത്ര ബ്ലാസ്റ്റിങ്ങിൻ്റെ ശക്തി കുറച്ച് പിടിച്ചാലും ചീള് കല്ലുകൾ അടുത്ത വീട്ടിൽ, കാരണം 100 മീറ്റർ ചുറ്റളവിൽ വീടുകളുണ്ട്, അവിടെ കല്ലുകൾ വന്ന് വീഴും. ഇവിടെ ഇതിൻ്റെ പരിധി കുറച്ചതുകൊണ്ടോ സ്ഫോടനത്തിൻ്റെ അളവ് കുറച്ചതുകൊണ്ടോ പൊട്ടിക്കൽ കുറച്ചതുകൊണ്ടോ ഒരു ദിവസം നിർത്തിയിട്ടുകൊണ്ട് തീരുന്നൊരു പ്രശ്നമല്ല. ഈ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോറി നിർത്തുകയല്ലാണ്ട്, ഇത് അടച്ചുപൂട്ടുകയല്ലാണ്ട് ഇതിനൊരു പ്രതിവിധിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങൾ സംഘടിച്ച് ഇന്ന് വന്നത് ഈ കോറിയുടെ പ്രവർത്തനം ഇവിടെ തടയാൻ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ തടയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർ ഇന്നലെ തന്നെ ഈ കോറിയുടെ പ്രവർത്തനം നിർത്തി ഇവിടെ കയറ് കെട്ടി ഇന്ന് പോലീസ് വന്ന് സംരക്ഷണം ഒരുക്കി പോയി. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഇന്ന് അവിടെ പ്രവർത്തനം നടക്കുന്നില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ കോറിയിലിട്ട് പോയി. ഇന്ന് പ്രവർത്തനം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് കല്ല് കയറ്റി വിടാൻ അനുവദിക്കില്ല. ആ തീരുമാനത്തിൽ തന്നെയാണ് വന്നത്. ഇപ്പോൾ നാട്ടുകാരടക്കം നിരവധി ആളുകൾ ഇവിടേക്കുണ്ട്. ചേച്ചി ഇവിടെ താമസിക്കുന്ന ആളുകളാണോ? അതെയല്ലേ. ഇങ്ങനെ ഈ ചീളുകളോ ഒക്കെ തെറിച്ച് വീട്ടിലേക്ക് വരാറുണ്ടോ? ചീളുകൾ തെറിച്ച് വരുന്ന ഇത് സ്ഫോടനം കഴിയുമ്പോൾ വീട് വിണ്ട് കീറി അങ്ങോട്ട് പോവുകയാണ്. ഇതുപോലെ പശുവിനെ കറങ്ങാൻ 4 മണിയാകുമ്പോൾ ഇവന്മാർ ഇവിടെ പൊട്ടിക്കൽ തുടങ്ങും. ഇത് കണ്ട് ഭൂമി കുലുങ്ങുകയാണ് വരുന്നുണ്ട്. ഇന്നലെ പശുവിനെ കറന്നുകൊണ്ട് ആ പശു ചോര വലിച്ച് കാലെടുത്ത് പാലിൻ്റെ പാത്രത്തിൽ വെക്കാൻ തുടങ്ങുന്നു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു സംരക്ഷണവും ഇല്ല. ഇവരിങ്ങനെ പൊട്ടിക്കാൻ തുടങ്ങി എന്താ ചെയ്യുന്നത്? ഈ കോറി ഇനി ഇവിടെ പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. കുടിവെള്ളമില്ല. ഓരോ കുഴൽക്കിണറിലെല്ലാം വെള്ളം താഴോട്ട് വറ്റി പോകുന്ന ഈ ചേച്ചിയുടെ വീട്ടിൽ 1 ബക്കറ്റ് വെള്ളം കുഴൽക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. അവരങ്ങനെ ജീവിക്കും? ഇവർ ഈ എവിടെയോ കിടക്കുന്നവന്മാർ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പണം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഞങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിയില്ലവന്മാർ കൊണ്ടുവന്നേ അല്ലേ? ഞങ്ങളിവിടെ ഒരു പുതിയ വീട് വെച്ച് വന്നിട്ട് 1 വർഷമായുള്ളൂ. ഞങ്ങളുടെ വീടിൻ്റെ ഭിത്തി മുകളിൽ തുടങ്ങി താഴോട്ട് 2 സ്ഥലത്ത് വിണ്ട് കയറി. പുതിയ വീടെന്ന് പറഞ്ഞ് ഇത്ര വേഗം പൊട്ടുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ഈ കോറയുടെ പ്രകമ്പനം കൊണ്ടാണല്ലോ അത് പൊട്ടേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ കോറയുടെ പണി നിർത്തലാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കോറയിൽ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഞാൻ പണിക്ക് പോകുന്ന ഒരാളാണ്. ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് ഈ 12 അടിയുടെ മുക്കാലിയ 3 കാലില് അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചീള് വന്ന്, ചീളല്ല ഇത്രയും പോകുന്നൊരു കല്ല് വന്ന് തൊട്ട് താഴെ വീഴുന്നത്. തൊട്ട് താഴെ എന്ന് പറഞ്ഞ ഒരു 2 അടി അകലം. ഞാൻ ചാടിയില്ലായിരുന്നെങ്കിൽ
ഈ കോണിയിൽ നിന്ന് ചാടി ഓടുക ചെയ്ത്. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പൊട്ടി തകർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വന്നാലും കാണാം. ഈ കോറ തുടങ്ങിയ പിന്നെയാണ് ഇത് പൊട്ടുന്നത്. ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. തന്നെയല്ല വീടൊക്കെ വിണ്ട് കീറി നാശമായിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും കോറ തുറന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അത് പൂട്ടണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. ജനപ്രതിനിധികളടക്കം ഇവിടെയുണ്ട്. നിങ്ങൾ വലിയ രീതിയിൽ ആളുകൾ പ്രതിഷേധമുണ്ട്. അപ്പോൾ എന്നിട്ട് കോറി നിർത്താൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ ലൈസൻസ് കൊടുത്തപ്പോൾ അവരോട് കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ മാനദണ്ഡങ്ങളുണ്ട്, അളവുകളുണ്ട്, കാര്യങ്ങളുണ്ട്. ഒരു വർഷക്കാലം ആ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഇവർ കോറി പ്രവർത്തിച്ചത്. അന്നേരം ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഒത്തിരി ദോഷമില്ലായിരുന്നു. ഇപ്പോൾ അവരുടെ ആ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ട് അവർക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ ഉഗ്ര സ്ഫോടനത്തോടുകൂടി ഇത് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്താണ് ഈ സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം? ഞങ്ങൾ ഈ സമരം ശക്തമാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം ഇവിടെ നിർത്തുക, ഈ കോറിഡോർ നിർത്തുക. കാരണം ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നം അനുഭവിക്കുന്ന ഒരു മേഖല ഞങ്ങളുടെ മേഖല. ഏറ്റവും കൂടുതൽ വരൾച്ച, നിങ്ങൾക്കറിയാം, പഴയകാല ചരിത്രങ്ങൾ എടുത്താൽ ഈ പ്രദേശം മുള്ളംകൊല്ലി പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ വരൾച്ച ഉണ്ടായത്, ഏറ്റവും കൂടുതൽ മടൽ കുറവ് ലഭിക്കുന്ന പ്രദേശം. അപ്പോൾ ഈ പ്രദേശത്തെ കാർഷിക മേഖല മുഴുവൻ തകർന്നടിഞ്ഞു. മനുഷ്യർ ജീവിക്കാൻ മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പശുവിനെ വളർത്തി ജീവിക്കുന്നത്. ആ പശുവിനെ കറക്കാനായിട്ട് തൊഴുത്തിലേക്ക് കയറുമ്പോഴത്തേക്കും നമ്മുടെ മറ്റ് രാജ്യങ്ങളിലൊക്കെ, ഇസ്രായേലിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ മറ്റേ സ്ഫോടനം വരുന്നതിന് മുമ്പ്, മിസൈൽ വരുന്നതിന് മുമ്പ് ഒരു ഹെയറൺ മുടങ്ങും. അതുപോലെ ഒരു ഹെയറൺ മുടങ്ങുകയാണ് ഇവിടെ. ഈ ഹെയറൺ മുടങ്ങി കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും ഓടി പരിക്കകത്ത് കയറി അടച്ചുപൂട്ടിയിരിക്കണം. അതാണ് ഇവരുടെ ഉദ്ദേശം. ഒന്ന്, അതുപോലെ തന്നെ ഈ കന്നുകാലികളെ കറക്കുന്ന സമയത്ത് കന്നുകാലികൾ ചവിട്ടി ചാടി പോവുകയാണ് ഈ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടിട്ട്. കന്നുകാലികളുടെ കറവ് വറ്റിപ്പോകുന്നു. അപ്പോൾ ആ രീതിയിൽ പോലും മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. അത്രയും, അതാണ് ഈ സഹോദരിമാർ അത്ര വേദനയോടുകൂടി പറഞ്ഞത്. അപ്പം ഞങ്ങൾക്കത് കണ്ടില്ലെന്ന് പറഞ്ഞ് നിൽക്കാനും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വീടുകൾ മുഴുവൻ വിണ്ടുകീറി നശിക്കുന്നു. ഇവിടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് തൊട്ടടുത്ത്. നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെ അവർ ഈ ലൈസൻസ് സമ്പാദിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് ഇവർ ഇത് അടച്ചു പൂട്ടിയിട്ട് പോകുമോ? ഇന്ന് ഇവർ അടച്ചു പൂട്ടിയിട്ട് പോയത് എന്തുകൊണ്ടാണ്? നിയമ ലംഘനം ഇവിടെ നടക്കുന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥർ വരുന്നു, അല്ലെങ്കിൽ ഇവർ അടച്ചു പൂട്ടുന്നു. ഇത് ശരിയുള്ള നടപാടില്ല. ഇത് നിർത്തണം, പൂർണ്ണമായി നിർത്തണം. ഓക്കെ, എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് നാട്ടുകാരുടെ പ്രതിഷേധം മുൻകൂട്ടി കണ്ടാവണം. ഇന്ന് കോറി പ്രവർത്തിക്കുന്നില്ല, മറ്റ് ലോറികളോ മറ്റു വാഹനങ്ങളോ ഇല്ല. എന്തായാലും ഈ പ്രതിഷേധം, കോറി പൂട്ടുന്നവരെ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.